നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളോടെ നമ്മൾ സഞ്ചരിക്കും. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കരുവന്നൂർ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ CPIഎമ്മിനെ കുരുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാർട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും കത്ത് നൽകി. വിരട്ടാൻ നോക്കേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. CPIഎമ്മിനെതിരെ കോൺഗ്രസും BJPയും രംഗത്തെത്തി. ആദ്യം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കരുവന്നൂരിലെ കള്ളപ്പണം വെളുപ്പിക്കലിൽ CPIഎമ്മും പങ്കാളിയായെന്ന് ജനുവരി 16 അയച്ച കത്തിൽ ED ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, റിസർവ് ബാങ്ക്, കേന്ദ്ര ധനമന്ത്രാലയത്തിലെ റവന്യൂ വിഭാഗം എന്നിവർക്കാണ് കത്ത്. കരുവന്നൂരിൽ CPIഎമ്മിന് 5 അക്കൗണ്ടുകളുണ്ട്. കേരള സഹകരണ ചട്ടവും ബാങ്ക് നിയമാവലിയും മറികടന്നാണ് അക്കൗണ്ട് തുറന്നത്. ബാങ്ക് പ്രതിസന്ധിയിലാകും മുമ്പ് 90% പണവും CPIഎം പിൻവലിച്ചു. 17 ഏരിയ കമ്മിറ്റികൾക്കായി 25 അക്കൗണ്ടുകൾ തൃശൂരിലെ വിവിധ സഹകരണ ബാങ്കുകളിലായി CPIഎമ്മിനുണ്ടെന്നും കത്തിൽ പറയുന്നു. ഈ അക്കൗണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കിൽ ഇല്ലെന്നും ED ചൂണ്ടിക്കാട്ടി. CPIഎമ്മിനെ വിരട്ടാൻ ED നോക്കേണ്ട എന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. അക്കൗണ്ട് പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് കേജ്രിവാളിനെ പോലുള്ളവർ അറസ്റ്റ് ചെയ്യുന്ന EDക്ക്, അതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന് ആരെയാണ് അറസ്റ്റ് ചെയ്തത്? പ്രതികരണം പിന്നീടാകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം, ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കുക. CPIഎം BJP ചങ്ങാത്തം മറയ്ക്കാനുള്ള പ്രഹസനം മാത്രമാണ് EDയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ല സംഘമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സൗഹൃദത്തിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല പെർഫോമൻസും പ്രത്യേകമായി നടത്തിയാൽ മാത്രമേ ഉള്ളൂ. MV ഗോവിന്ദന് മറുപടിയുമായി കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ രംഗത്തെത്തി. പേടിയില്ലാത്തവരെന്തിനാ പേടിപ്പിക്കേണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, ധൈര്യമായിട്ടൊക്കെ നടന്നാൽ പോലെ. ധൈര്യമില്ലാത്തത് കൊണ്ടാണല്ലോ പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ടറൽ ബോണ്ടിനെതിരായ നിയമ നടപടികളിലൂടെ CPIഎം ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ED നീക്കത്തിന് പിന്നിലെന്ന് ഇടത് നിരീക്ഷകർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് 24. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIഎം തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സമൻസ് അയച്ചു. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് ED ആവശ്യപ്പെട്ടത്. ഇതിനു മുൻപ് 3 തവണ MM വർഗീസിനെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. സമൻസ് ലഭിച്ചിട്ടില്ലെന്ന് MM വർഗീസ് പ്രതികരിച്ചു. മസാല ബോണ്ട് കേസിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നൽകിയ ഉപഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. സമൻസ് സ്റ്റേ ചെയ്തതായി കണക്കാക്കാൻ അനുവദിക്കരുത് എന്ന് ED ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച വരെ ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്താനാണ് തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ചത് എന്ന് കോടതി വ്യക്തമാക്കി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഷോപ്പിംഗ് സെന്ററിൽ തീപിടുത്തം. ബഡാ ബസാർ എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് തീപിടിച്ചത്. ആറ്റിങ്ങൽ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുന്നു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അഖിൽ ഷാ, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, രാത്രി 8:30 തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് ഈ തീപിടിച്ചിരിക്കുന്നത്. 8:30 ഈ സംഭവം നടക്കുന്നത്. ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് വാഹനങ്ങൾ അവിടെ എത്തുകയും തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ തീ നിയന്ത്രണ വിധേയമാണെന്നുള്ള കാര്യമാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അന്വേഷണങ്ങളിലൂടെ ആകും വ്യക്തമാവുക. ഉന്മേഷ്, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന് അടിയന്തര ഇടക്കാല ആശ്വാസം ഇല്ല. സംസ്ഥാനം സമർപ്പിച്ച സ്യൂട്ട് ഹർജി സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കേരളവും കേന്ദ്രവും പലവട്ടം നടത്തിയ ചർച്ചകളിലും പ്രശ്നപരിഹാരമാകാത്തതിനെ തുടർന്നാണ് നടപടി. വിധിപ്പകർപ്പിൽ കേരളത്തിനെതിരെ ഗൗരവ പരാമർശങ്ങളാണ് ഉള്ളത്. 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 21,000 കോടി രൂപയുടെ വായ്പാ പരിധി സംസ്ഥാനത്തിന് കുറച്ചിരുന്നു. 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ കാലയളവിൽ സംസ്ഥാനത്തിന് അനുവദിച്ച ചില തുകകൾ അധികമായിരുന്നുവെന്ന് വ്യക്തമാക്കിയായിരുന്നു നടപടി. അടിയന്തരമായി 10,000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ സുപ്രീം കോടതിയിലെ ഇടക്കാല ആശ്വാസ അഭ്യർത്ഥന. അധിക വായ്പയെടുക്കാൻ അർഹതയുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ സംസ്ഥാനത്തിനായില്ല എന്നതടക്കം ഗുരുതര പരാമർശങ്ങളാണ് സുപ്രീം കോടതി ഉത്തരവിലുള്ളത്. 13,608 കോടി രൂപ സംസ്ഥാനത്തിന് വിവിധ ഘട്ടങ്ങളിലായി ലഭിച്ചതായും സുപ്രീം കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തിന് അനുകൂലമായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചാൽ
അത് തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് കാരണമാകും. അധിക വായ്പാ ബാധ്യതയുടെ സംസ്ഥാനമാണ് കേരളമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ വരും വർഷങ്ങളിലെ കടമെടുപ്പിൽ കേന്ദ്ര സർക്കാരിന് കുറവ് വരുത്താമെന്നാണ് തങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇതു സംബന്ധിച്ച് ഭരണഘടനയുടെ 293 അനുച്ഛേദം ഇതുവരെ സുപ്രീം കോടതിയുടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. വിശാല ബെഞ്ച് അത് പരിഗണിക്കുന്നതാകും ഉചിതമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതേസമയം സുപ്രീം കോടതി വിധി തിരിച്ചടിയല്ലെന്നാണ് സംസ്ഥാന ധനമന്ത്രിയുടെ വിലയിരുത്തൽ. കേരളം പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ധനകാര്യ കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ഫെഡറലിസത്തിന്റെ അംശത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. 5 അംഗ ഭരണഘടനാ ബെഞ്ചാകും കേസ് ഇനി പരിഗണിക്കുക. 24 ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണെന്നും വിധി. കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിച്ചില്ലെന്നും ഫോണിന്റെ പാസ്വേഡ് നൽകിയില്ലെന്നും ഇഡി കോടതിയെ അറിയിച്ചു. രാവിലെ 11:30ഓടെയാണ് ഇ ഡി സംഘം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയത്. കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ചോദ്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത ഉത്തരമാണ് നൽകുന്നതെന്നും ചൂണ്ടിക്കാട്ടി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേണമെന്ന് ഇ ഡി കോടതിയോട് ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിച്ച കോടതി കെജ്രിവാളിനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കെജ്രിവാളിന് 3 പുസ്തകങ്ങളും ജപമാലയും മരുന്നും നൽകാൻ അനുവദിക്കണമെന്ന ആവശ്യം അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. ഇ ഡി നടപടിയിൽ ഡൽഹിയിലെ ജനങ്ങൾ കൃത്യമായി മറുപടി നൽകുമെന്ന് സുനിത കെജ്രിവാൾ പ്രതികരിച്ചു. വൈകിട്ട് 4 മണിയോടെ തിഹാർ ജയിലിൽ എത്തിച്ച കെജ്രിവാളിനെ ജയിൽ നമ്പർ 2-ലാണ് പാർപ്പിക്കുന്നത്. തിഹാർ ജയിലിന് മുന്നിൽ ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ അനുമതി തേടാമെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കെജ്രിവാളിനെ CBI കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഒരു പാർട്ടിക്കെതിരെയും കർശന നടപടി ഉണ്ടാകില്ലെന്ന് ആദായ നികുതി വകുപ്പ്. കോൺഗ്രസിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. കോടതി ഇടപെടൽ സ്വാഗതം ചെയ്ത കോൺഗ്രസ് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത 135 കോടി രൂപ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇനി കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് വഴിമുടക്കില്ല. പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് 135 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിരുന്നു. കോൺഗ്രസ് 3500 കോടി രൂപയെങ്കിലും നികുതി കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കാനുമുണ്ട്. എങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മുൻവിധി സൃഷ്ടിക്കാൻ വകുപ്പ് ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ നടപടികൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഉണ്ടാകില്ല. ആദായ നികുതി വകുപ്പിന്റെ നിലപാടിന്മേൽ അടിയന്തര താൽക്കാലിക ഉത്തരവിന് പ്രസക്തിയില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. സുപ്രീം കോടതി നടപടിയോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം ഇങ്ങനെ: കോൺഗ്രസ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രതികരണമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പാർട്ടിയെ ഫൈനാൻഷ്യലായിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢപദ്ധതിയായിരുന്നു നരേന്ദ്രമോദി നേരിട്ട് ആസൂത്രണം ചെയ്തത്. കേസിന്റെ തുടർ നടപടികൾ ഇനി തെരഞ്ഞെടുപ്പ് അവസാനിച്ച ശേഷം ജൂലൈ 24-നാണ് നടക്കുക. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഈ മാസം 5-ന് പുറത്തിറക്കും. ഏപ്രിൽ 6-ന് ജയ്പൂരിലും ഹൈദരാബാദിലും കോൺഗ്രസ് മഹാറാലി സംഘടിപ്പിക്കും. ജയ്പൂരിലെ റാലിയിൽ സോണിയാഗാന്ധി പങ്കെടുക്കും. നിതിൻ അംബുജനുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, വിശദാംശങ്ങൾ. ഉന്മേഷ്, ഈ മാസം 5-നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുക. സ്ത്രീകൾ, പിന്നാക്ക വിഭാഗങ്ങൾ, കർഷകർ, യുവാക്കൾ, തൊഴിലാളികൾ എന്നീ 5 വിഭാഗങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ ഈ പ്രകടന പത്രികയിൽ എന്തായാലും ഉൾപ്പെടുത്തും. കർണാടക, തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കണ്ട രീതിയിലുള്ള ക്ഷേമ വാഗ്ദാനങ്ങളാകും ഇത്തവണ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയെ ഈ ഒരു പേരിൽ തന്നെ BJP നടന്ന പ്രചരണത്തെ പ്രതിരോധിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അത്തരത്തിലുള്ള ഒരു വാഗ്ദാനങ്ങളാകും ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുക.
നേരത്തെ കേന്ദ്ര പ്രവർത്തക സമിതിയിൽ ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്നു. അതിനുശേഷം ഈ മാസം 5-ന് ഈ പ്രകടന പത്രിക പുറത്തിറക്കും. തൊട്ടടുത്ത ദിവസം 6-ാം തീയതി ജയ്പൂരിലും ഹൈദരാബാദിലും മഹാറാലി സംഘടിപ്പിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സോണിയാഗാന്ധി പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ഈ പ്രകടന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ ഇന്ത്യ മുന്നണി റാലിക്ക് പിന്നാലെ കോൺഗ്രസിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മണിപ്പൂർ കലാപം ഉൾപ്പെടെ സുപ്രധാന പ്രശ്നങ്ങളിൽ രാഹുൽ ഗാന്ധി എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കലാപ ഭൂമിയിൽ രാഹുൽ ഗാന്ധി നേരിട്ടെത്തിയ കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം. ഇന്ത്യ സഖ്യത്തെ കെ സുരേന്ദ്രൻ പരിഹസിച്ചു. ജനാധിപത്യത്തെ തകർക്കാനാണ് BJPയുടെ ശ്രമമെന്ന് വിമർശിച്ച മുഖ്യമന്ത്രി കോൺഗ്രസിന് പല വിഷയങ്ങളിലും നിലപാടില്ലെന്ന് കുറ്റപ്പെടുത്തി. മണിപ്പൂർ വിഷയത്തിൽ ഇടപെട്ടതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ആനി രാജയ്ക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ചോദ്യം. കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? പൗരത്വ ഭേദഗതി മതനിരപേക്ഷത തകർക്കാനുള്ള RSS അജണ്ടയെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. അസമിൽ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ 19 ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടമായി. വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിലെ തെരുവുകളിലൂടെ പോയി അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ക്യാമ്പുകളിൽ പോയി ആശ്വസിപ്പിച്ച ആളല്ലേ രാഹുൽ ഗാന്ധി. അത് അറിഞ്ഞിട്ടില്ല ഇദ്ദേഹം. ഇന്ത്യ സഖ്യം പരിഹാസ്യമെന്ന് കെ സുരേന്ദ്രൻ. ദില്ലിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാവുന്നത്? വളരെ വിചിത്രമായ ഒരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ മാസം 3-ന് വയനാട്ടിലെത്തും. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന് പിന്തുണയ്ക്കുമെന്ന് SDPI പിന്തുണ സ്വീകരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി പറഞ്ഞില്ല. എല്ലാവരുടെയും വോട്ടിന് ഒരേ മൂല്യം എന്ന UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. ദേശീയ തലത്തിൽ മതനിരപേക്ഷതയെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ SDPI നേതാക്കൾ കേരളത്തിൽ പിന്തുണ UDFനാണെന്ന് വ്യക്തമാക്കി. ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിന്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചത്. ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. കേരളത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി 18 സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. SDPIയുമായി ഒരു ധാരണയും ഇല്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്തുണ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചില്ല. ഞങ്ങൾ SDPIയുമായിട്ട് ഒരു ധാരണയിലും UDF സംസാരിച്ചിട്ടില്ല. അവരുമായിട്ട് ഒരു സംസാരവും നടത്തിയിട്ടില്ല. ഒരു ധാരണയിലെത്തിയിട്ടില്ല. പിന്തുണ സ്വീകരിക്കുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് MM ഹസൻ. അവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ ഒരു സംഘടന ഞങ്ങളുടെ സംഘടന ആലോചിക്കും. SDPI പിന്തുണയുടെ കാര്യത്തിൽ CPIMനും BJPക്കും വിമർശനത്തിനിട നൽകാതെ കരുതലോടെ നീങ്ങാനാണ് UDFന്റെ തീരുമാനം. 24 കാസർഗോഡ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബം. അനിൽ ആന്റണിയുമായി വ്യക്തിപരമായ അടുപ്പമുണ്ടെങ്കിലും ആശയപരമായി എതിർക്കുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ പ്രതികരിച്ചു. തന്റെ 3 മക്കളും ഒരിക്കലും BJPയിൽ പോകില്ലെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. അനിൽ ആന്റണി NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പത്തനംതിട്ട ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് മറിയാമ്മ ഉമ്മൻ നിലപാട് വ്യക്തമാക്കിയത്. അനിൽ ആന്റണി മകനെ പോലെയാണെന്നും എന്നാൽ ആശയപരമായി എതിർക്കുമെന്നും മറിയാമ്മ ഉമ്മൻ. പത്തനംതിട്ട പ്രചരണത്തിന് പോകണമെന്നുള്ളതാണ് ആഗ്രഹം. ഇങ്ങനൊരു എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യ മുന്നണി കോൺഗ്രസ് UDF ജയിക്കണം. അല്ലാതെ അതിനകത്തൊരു വ്യക്തിപരമായൊരു സംഘർഷമൊന്നുമില്ല മക്കളെ. അതിൻ്റെ അങ്ങനത്തെ ഒരു സംഘർഷമൊന്നുമില്ല. എനിക്ക് അനിൽ ചാണ്ടിമനെ പോലെ തന്നെയാണ്. തന്റെ മക്കൾ BJPയിലേക്ക് പോകുമെന്ന പ്രചാരണം വിഷമമുണ്ടാക്കിയെന്നും ഒരാളും BJPയിലേക്ക് പോകില്ലെന്നും മറിയാമ്മ ഉമ്മൻ. ഇന്നലെ ഞാൻ അറിയുന്നേ. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ അവൻ്റെ ആദർശത്തിന് വേണ്ടി അവൻ്റെ അപ്പൻ എല്ലാം ത്യജിച്ചിട്ടേ ഉള്ളൂ. അവൻ ഈ നാളുകളൊന്നും അതിനപ്പുറമായിട്ടൊന്നും അവന് കിട്ടേണ്ടി പോലും കിട്ടിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ 3 മക്കളും തുണ്ടം കണ്ടിച്ചിട്ടല്ല അവർ കോൺഗ്രസ് വിട്ടു പോകത്തില്ല. ചാണ്ടി ഉമ്മനെ കോൺഗ്രസ് പരിഗണിക്കുന്നില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ചാണ്ടി ഉമ്മൻ പിൻഗാമിയാകണമെന്നത് ഉമ്മൻചാണ്ടിയുടെ തീരുമാനമായിരുന്നുവെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. 24 തിരുവനന്തപുരം.
വാർത്താമഴയിലേക്ക് തിരികെ. രാഹുൽ ഗാന്ധിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ച റാലിയിലെ മാച്ച് ഫിക്സിംഗ് പരാമർശത്തിന് എതിരെയാണ് പരാതി. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പൊതുയോഗത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹവും അസത്യവുമാണെന്ന് BJP പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. VVPAT എണ്ണണമെന്ന ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. സാമൂഹ്യ പ്രവർത്തകൻ അരുൺകുമാർ അഗർവാളിന്റെ ഹർജിയിലാണ് നോട്ടീസ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ. ഉന്മേഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണുന്ന ഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണുന്നതിനോടൊപ്പം തന്നെ മുഴുവൻ ഈ VVPAT രസീതുകൾ കൂടി എണ്ണണം എന്ന ആവശ്യമാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ജസ്റ്റിസ് മാരായ BR ഗവായ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ മുഴുവൻ VVPATകളും എണ്ണുന്ന സാഹചര്യമില്ല. നേരത്തെ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സമർപ്പിച്ച ഹർജിക്കൊപ്പം ഈ ഹർജിയും ചേർത്തുകൊണ്ടാണ് ബെഞ്ച് ഇത്തരത്തിൽ ഉത്തരവ് ഇറക്കിയത്. നിലവിൽ ഈ ഒരു VVPAT മെഷീൻ എണ്ണിയ ശേഷം മാത്രം അടുത്തതിലേത് എണ്ണണം എന്ന നിലവിലെ രീതി മാറ്റിക്കൊണ്ട് ഒരുമിച്ച് തന്നെ എല്ലാം എണ്ണണമെന്നും അതിലൂടെ സമയനഷ്ടം ഒഴിവാക്കണം എന്നതടക്കമുള്ള പ്രസക്തമായ ഒട്ടേറെ ആവശ്യങ്ങളാണ് ഈ ഹർജികളിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഹർജിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. കാസർഗോഡ് ബേക്കലിൽ മകന്റെ അടിയേറ്റ് പിതാവ് മരിച്ചു. പള്ളിക്കര സ്വദേശി അപ്പുക്കുഞ്ഞിയാണ് മരിച്ചത്. മകൻ പ്രമോദ് പോലീസ് കസ്റ്റഡിയിലാണ്. അരുൺ പാറയ്ക്കൽ, കാസർഗോഡ്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് വൈകുന്നേരത്തോടെയാണ് വീട്ടിൽ ഈ സംഘർഷമുണ്ടായത്. കാസർഗോഡ് ബേക്കലിലാണ് ഈ സംഭവം. അച്ഛൻ, അതായത് പ്രമോദ് അച്ഛനെ സ്ഥിരമായി മദ്യപിച്ച് മർദ്ദിച്ചിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെയും സമാനമായ രീതിയിലുള്ള സംഭവം, മർദ്ദനം വീട്ടിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അപ്പുകുഞ്ഞി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ പോലീസിന് പ്രമോദിനെ പിടികൂടാൻ സാധിച്ചില്ല. പ്രമോദിന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷനൊക്കെ പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് വീണ്ടും മദ്യപിച്ച് വീട്ടിലെത്തി അപ്പുകുഞ്ഞിയെ മർദ്ദിച്ചത്. ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചു എന്നാണ് ഈ പരാതി പോലീസിൽ പരാതി നൽകിയെന്ന് ആരോപിച്ചാണ് ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചെന്ന് പോലീസ് പറയുന്നു. ഒപ്പം അപ്പുകുഞ്ഞിയുടെ വീടും പ്രമോദ് അടിച്ചു തകർത്തിട്ടുണ്ട്. എന്തായാലും പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധവുമായി ICU പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് പരാതി. DME ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചു. 2023 മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ വെച്ച് യുവതി പീഡനത്തിനിരയായത്. സംഭവത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസറായിരുന്നു PB അനിത. വകുപ്പുതല നടപടിയുടെ ഭാഗമെന്ന വാദമുയർത്തി ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇതിനെതിരെ PB അനിത ഹൈക്കോടതിയെ സമീപിച്ച് തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണമെന്ന ഉത്തരവ് നേടി. എന്നാൽ ജോലിയിൽ പ്രവേശിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ അനുവദിക്കില്ലെന്ന് ആരോപിച്ചാണ് PB അനിതയുടെ പ്രതിഷേധം. നഴ്സിനോട് പ്രതികാര നടപടിയെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നു. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ അവരെ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് കോടതി ഓർഡർ കൊടുത്തത്. ആ ഓർഡറാണ് ഇന്ന് ഇവിടെ പാലിക്കാൻ ഇവിടുത്തെ അധികാരപ്പെട്ടവർ സമ്മതിക്കാതിരിക്കുന്നത്. DME ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. നഴ്സിന് പിന്തുണയുമായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ച KSU മുൻ സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് തിരികെ. തിരുവനന്തപുരം കോവളം മണ്ഡലത്തിലെ കടലേറ്റത്തിൽ അടിയന്തര നടപടിക്ക് ഉത്തരവിട്ട് കളക്ടർ. വീടുകൾക്കുണ്ടായ നാശനഷ്ടം കണക്കാക്കി തുടർ നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ഇപ്പോൾ AV ജയശങ്കർ തിരുവനന്തപുരത്ത്. ജയശങ്കർ, വിവരങ്ങൾ. അതായത് ഉന്മേഷ്, ഇന്നലെ വൈകുന്നേരം ഉണ്ടായ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടി സ്വീകരിക്കാനാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കടലാക്രമണം മൂലം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീക്കം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കളക്ടർ നൽകി. ഒപ്പം വീടുകൾക്കുണ്ടായ നാശനഷ്ടം കണക്കാക്കി തുടർ നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ കളക്ടർ ചുമതലപ്പെടുത്തി. ഒപ്പം തന്നെ ഈ മത്സ്യയാനങ്ങൾക്കും മറ്റു ഉപകരണങ്ങൾക്കും വലകൾ അടക്കമുള്ള കാര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടം കണക്കാക്കി
പ്രപ്പോസൽ സമർപ്പിക്കാൻ ഫിഷറീസ് മേഖല ഡെപ്യൂട്ടി ഡയറക്ടർക്കും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അനുമതിയോടുകൂടിയാണ് ഇത് സംബന്ധിച്ച നടപടികൾക്ക് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. തീരദേശ ജനങ്ങളുടെ വലിയൊരു പരാതിയുമായി അവർ ഇന്ന് സമീപിച്ചിരുന്നു. ഈ പരാതികൾക്കുള്ള പരിഹാരം കൂടിയാണ് കളക്ടറുടെ ഉത്തരവിലൂടെ ആകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ശരി. എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് റിയാസ് മൗലവി കൊലക്കേസിൽ അന്വേഷണ ഫയലുകൾ ഉന്നത പോലീസ് സംഘം പരിശോധിക്കും. ADGP MR അജിത് കുമാർ നേതൃത്വത്തിൽ ജില്ലയിൽ ഉന്നതതല യോഗം ചേർന്നു. കേസിൽ UAPA ചുമത്തിയില്ല എന്ന വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി. വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ട സാഹചര്യത്തിൽ വിമർശനവുമായി സമസ്തയും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. റിയാസ് മൗലവി കൊലക്കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിന് മുന്നോടിയായാണ് കേസ് ഫയലുകൾ ഉന്നത പോലീസ് സംഘം പരിശോധിക്കുന്നത്. ജില്ലയിലെത്തിയ ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. കേസിൽ UAPA ചുമത്തിയില്ലെന്ന വിമർശനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. അറസ്റ്റിലായ ശേഷം ഈ പ്രതികൾക്ക് 7 വർഷവും 7 ദിവസവും സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നത് പോലീസിന്റെ, പ്രോസിക്യൂഷന്റെ, സർക്കാരിന്റെ ശക്തമായ നിലപാട് കാരണം തന്നെയല്ലേ? അലനെയും താഹിയെയും UAPA ചുമത്തി ജയിലിലിട്ട മുഖ്യമന്ത്രിക്ക് RSSനെ ഭയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുസ്തകം വായിച്ചതിന്റെ പേരിൽ പിടിച്ച് UAPA പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട മുഖ്യമന്ത്രി ഇതുപോലത്തെ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ RSSകാർക്കെതിരെ UAPA ചുമത്തില്ല എന്ന് പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം RSSന് ലഭിക്കുന്ന പരിഗണനയാണ് കേസിലെ വിധിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കുറ്റപ്പെടുത്തി. ഏറ്റവും പ്രഗത്ഭനായ പ്രോസിക്യൂട്ടറെ നിയമിച്ചു എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ? പ്രതികളെ നിസ്സാരമായി വിട്ടയക്കാനോ? RSS പ്രവർത്തകർ പ്രതികളാകുന്ന കേസുകളിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയും പ്രതികൾ കുറ്റമുക്തരാക്കപ്പെടുകയും ചെയ്യുന്നത് ദുരൂഹമെന്നാണ് സമസ്ത മുഖപത്രത്തിലെ വിമർശനം. 24 കാസർഗോഡ്. പത്തനംതിട്ടയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. തുലാപ്പള്ളി സ്വദേശി ബിജുവാണ് മരിച്ചത്. ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ നൽകാൻ, ഒപ്പം കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി നൽകാനും തീരുമാനം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. കാട്ടാന കൃഷി നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ബിജു വീടിന് പുറത്തിറങ്ങിയത്. തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ബിജുവിനെ ആക്രമിച്ചു. അത് ലൈറ്റടി കണ്ടപ്പോഴത്തേന് ലൈറ്റിന് നേരെ വന്നു കളഞ്ഞു. ഓടി മാറാൻ പറ്റിയില്ല. വന്ന് പുറമോട്ട് വന്നപ്പോഴത്തേന് ഇത് എളുപ്പം വന്നു. സംഭവത്തിന് പിന്നാലെ വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി നാട്ടുകാർ രംഗത്തെത്തി. കണമല ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ ആന്റോയുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നേരിയ സംഘർഷവും ഉണ്ടായി. ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഒറ്റയന്മാര് ഞങ്ങളെ എവിടോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ജീവിക്കണം. ഇവരൊരു പടക്കമൊക്കെ കൊണ്ട് തന്നുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. പ്രതിഷേധത്തെ തുടർന്ന് DFO സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. സമരക്കാർ മുന്നോട്ട് വെച്ച 7 ആവശ്യങ്ങളും അംഗീകരിച്ചു. ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ശുപാർശ ജില്ലാ ഭരണകൂടം ഇന്ന് തന്നെ അത് മുകളിലേക്ക് അയക്കും. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിദേശത്തുള്ള മക്കൾ എത്തിയ ശേഷം മൃതദേഹം സംസ്കരിക്കും. 24 പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിലെ അങ്കോളയിലും തെലങ്കാനയിലെ വാറങ്കലിലുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വാർത്താമഴ പൂർത്തിയാവുന്നു. നമസ്കാരം.